നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാൻ ശ്രമം തുടരുന്നു. വയനാട് കണിയാമ്പറ്റ പനമരം മേഖലയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കാടുകയറ്റാനുള്ള നടപടികൾ തുടരുന്നു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ കണ്ടെത്തിയ ശേഷം കാടുകയറ്റാനുള്ള നീക്കം തുടങ്ങും. പ്രദേശത്ത് ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ള ആൺകടുവയാണ് മേഖലയിലുള്ളത്. കൂട് സ്ഥാപിക്കാനും മയക്കുവെടി വയ്ക്കാനുമുള്ള ഉത്തരവ് ലഭിച്ചിട്ടുള്ളതിനാൽ ആ മാർഗവും തേടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രി ചീക്കല്ലൂരിലെ വയലിൽ നിന്ന് കാട്ടിലേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും ജനവാസ മേഖലയിലേക്കാണ് കടുവ ഓടിയത്. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 4ാം ഗ്രേഡ് റബ്ബറിന് ഇപ്പോൾ 179 രൂപയും തരംതിരിക്കാത്ത റബ്ബറിന് 174 രൂപയുമാണ് വില. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കൂടുതൽ കർഷകർ ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിച്ചതാണ് വിലയിടിവിന് പ്രധാന കാരണം. ഈ പ്രവണത വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യതയെന്ന് വ്യാപാര കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സർക്കാർ റബ്ബറിന്റെ താങ്ങുവില 180 രൂപയിൽ നിന്ന് 200 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ താങ്ങുവിലയും റബ്ബർ ബോർഡ് നിശ്ചയിച്ച മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകർക്ക് നൽകുന്നതിനുള്ള നടപടികൾ ബോർഡ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കർഷകരിൽ നിന്ന് വിൽപ്പന ബില്ലുകൾ സ്വീകരിക്കുന്നതിനുള്ള ഓൺലൈൻ സൈറ്റ് പോലും തുറന്നിട്ടില്ല. ലോറിയിൽ ബൈക്ക് ഇടിച്ചു. അമ്പലപ്പുഴ ആനപ്പാമ്പൽ സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു. 2 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 9:30 കോതമംഗലം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് അപകടം സംഭവിച്ചത്. ബൈക്ക് ലോറിയിലിടിച്ച പുതുപ്പാടി കോളേജിലെ BCA അവസാന വർഷ വിദ്യാർത്ഥിയായ തലവടി ആനപ്രാമ്പൽ കറത്തേലിൽ കുന്നേൽ വീട്ടിൽ കൊച്ചുമോന്റെ മകൻ 21 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ ചെന്ത്രാപ്പന്നി കൊരട്ടിയിൽ ആദിത്യൻ, പത്തനംതിട്ട തെക്കുംതോട് ഒറ്റപ്ലാവുങ്കൽ ആരോമൽ എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്ന തടിലോറിയും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാർ മൂവാറ്റുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷ്ണു മരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ മറ്റു 2 വിദ്യാർത്ഥികളെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറിയ സംഭവം ബോംബ് സ്ഫോടനമല്ല, പടക്കം പൊട്ടിയതാണെന്ന് പിണറായി പോലീസ്. FIR-ലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കൈപ്പത്തി ചിതറിയ ആൾക്കെതിരെ ചുമത്തിയത് സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള വകുപ്പാണ്. ബോംബ് കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് CPM പ്രവർത്തകന് പരിക്കേറ്റത്. ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിയ CPM പ്രവർത്തകനായ വിപിന് ഗുരുതരമായി പരിക്കേറ്റു. വലത് കൈപ്പത്തി ചിതറിയ വിപിൻ രാജിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പൊങ്കൽ ആഘോഷിക്കാൻ മോദി തമിഴ്നാട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം തമിഴ്നാട് സന്ദർശനത്തിനൊരുങ്ങുന്നു. തമിഴ് ജനതയുടെ ഉത്സവമായ പൊങ്കൽ ആഘോഷിക്കാനാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത്. തമിഴ്നാട്ടിലെ കൊങ്കു മേഖലയിലെ തിരുപ്പൂർ, ഈറോഡ് തുടങ്ങിയ ജില്ലകളിലാകും പൊങ്കൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയെന്ന് BJP അറിയിച്ചു. ജനുവരി 10-നാണ് മോദി പൊങ്കൽ ആഘോഷിക്കാൻ തമിഴ്നാട്ടിലെത്തുന്നത്.